കോൺഗ്രസുമായുള്ള രാഷ്ട്രീയ സഖ്യം തുടരുമെന്ന് CPM പാർട്ടി കോൺഗ്രസിന്റെ കരട് രാഷ്ട്രീയ പ്രമേയം. RSSനെയും ഹിന്ദുത്വ ശക്തികളെയും എതിർക്കാൻ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഹിന്ദുത്വ വിരുദ്ധ ക്യാമ്പയിൻ ആരംഭിക്കാനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കുമെന്നതിനാൽ AI വികാസം നിയന്ത്രിക്കണമെന്നും CPM പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള കരട് പ്രമേയം ആവശ്യപ്പെടുന്നു. കേരളത്തിൽ BJPയെ പ്രതിരോധിക്കുന്നതിൽ പാളിച്ച സംഭവിച്ചതായും കരട് പ്രമേയത്തിൽ വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്? സുരേഷ്, കേരളത്തിൽ BJPയെ പ്രതിരോധിക്കുന്നതിൽ പാളിച്ച സംഭവിച്ചതായി ലോക്സഭാ ഫലം വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ സൂചിപ്പിക്കുന്നത്. രാഷ്ട്രീയപരമായും പ്രത്യയശാസ്ത്രപരമായും പാർട്ടിയുടെ ബലഹീനതയെ ചൂണ്ടിക്കാട്ടുന്നതായിരുന്നു 2024 കേരളത്തിൽ പാർട്ടിക്കുണ്ടായ തിരിച്ചടിയെന്നും ഈ പ്രമേയത്തിൽ വ്യക്തമാക്കുന്നു. ഇത് മറികടക്കാൻ വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നുള്ളതാണ് ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത്. BJP വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാൻ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം. കൂടാതെ കോൺഗ്രസുമായുള്ള സഖ്യം മതേതര വിശാല ഐക്യത്തിന്റെ ഭാഗമായിട്ടുള്ളതാണെന്നും അത് തുടരുമെന്നും 24ാമത് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി തയ്യാറാക്കിയ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നു. RSSനെയും അതേപോലെ തന്നെ ഹിന്ദുത്വ ശക്തികളെയും എതിർക്കാൻ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പ്രത്യേകമായി ഹിന്ദുത്വ വിരുദ്ധ ക്യാമ്പുകൾ ആരംഭിക്കണമെന്നുള്ള നിർദ്ദേശവും ഇതിലുണ്ട്. മാത്രമല്ല, ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും സമമല്ലെന്നും കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കിയ ഈ പ്രമേയത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. മുസ്ലിങ്ങൾക്കിടയിൽ CPMന് സ്വാധീനം ഇല്ലാതാക്കാൻ ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുന്നുണ്ട്. മതമൗലികവാദികളെ ചെറുത്ത് മുസ്ലിങ്ങളെ മതേതര വേദികളിൽ എത്തിക്കണമെന്നതാണ് ഈ കരട് പ്രമേയത്തിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കുമെന്നും ഈ പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ വികാസത്തെ നിയന്ത്രിക്കുവാനുള്ള നടപടികൾ വേണമെന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഏപ്രിലിൽ മധുരയിൽ നടക്കുന്ന CPM പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായാണ് ഇത്തരമൊരു കരട് രാഷ്ട്രീയ പ്രമേയം തയ്യാറാക്കിയിരിക്കുന്നത്. സുരേഷ്, നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.